ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിപ്ലവഗാനം പാടിയതാണ് പുതിയ വിവാദം. ക്ഷേത്രാങ്കണങ്ങളിൽ KPSCയുടെ നാടകവും സാംബശിവന്റെ കഥാപ്രസംഗവും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പാട്ടബാക്കി നാടകങ്ങളും കളിച്ചിട്ടുണ്ടല്ലോ എന്നാണ് മറുവാദം. ശക്തി കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേത്രോത്സവങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത് നല്ല കാര്യമല്ല. രാഷ്ട്രീയ ചിഹ്നങ്ങൾ ആരാധനാലയങ്ങളിൽ കൊണ്ടുവരുന്നതും ഒട്ടും ആശാസ്യമല്ല. പാർട്ടി സമ്മേളനത്തിലെ പരിപാടിയെടുത്ത് തലതിരിച്ച് ക്ഷേത്രോത്സവത്തിന് വെച്ചതാകണം. ദേവസ്വം ബോർഡ് ക്ഷേത്രമായതിനാൽ വിപ്ലവഗാനമേള എന്തായാലും കോടതി കയറിയിട്ടുണ്ട്. സുപ്രഭാതം കേട്ടില്ലെന്ന് വേണ്ട. മാറിപ്പോയി ദൈവമേ. കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള പുഷ്പനെ അറിയാമോ എന്ന്? ആ പുഷ്പനെ അറിയാമോ? ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പിന്നെ ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം സഖാക്കളെ. പാടുമ്പോ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI CPM. ഇതെന്ത് നാടാണിത്? ഞാൻ പറഞ്ഞു ഇവർക്ക് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാണ്. അവിടെ വന്നൊരു സംഘർഷം നടത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി ഇത് ചെയ്യാമോ? ഏതെങ്കിലും ദേവാലയത്തിൽ പോയി, ആരുടെയെങ്കിലും ദേവാലയത്തിൽ പോയി ഇത് ചെയ്യാമോ? അലോഷി യാദവ് നല്ല പാട്ടുകാരനാണ്. കടക്കലിൽ 17 പാട്ടുകൾ പാടിയതിൽ 2 മാത്രമാണ് വിപ്ലവഗാനങ്ങൾ. അതും സദസ്സിൽ നിന്നും വന്ന രാഷ്ട്രീയ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് പാടിയത് എന്നാണ് അലോഷി പറയുന്നത്. വീഡിയോ വാളിലെ പാർട്ടി ചിഹ്നങ്ങൾക്ക് താൻ ഉത്തരവാദി അല്ലെന്നും അലോഷി പറയുന്നു. പാർട്ടി സമ്മേളനത്തിലെ പരിപാടിയെടുത്ത് ക്ഷേത്രോത്സവത്തിന് വെച്ചവരാകണം ഉത്തരവാദികൾ. കഥകളി, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്രകലകൾ മാത്രമേ അമ്പലത്തിൽ പാടുള്ളൂവെന്ന് ഇനി ബോർഡിന് ഉത്തരവിറക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയായാൽ പ്രബുദ്ധ കേരളത്തിൽ ആളുവരില്ലെന്ന് സംഘാടകർക്കറിയാം. അതുകൊണ്ടാണ് DJ ഗാനമേള വരെ ഉത്സവപ്പറമ്പുകളിൽ എത്തുന്നത്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട്. കുത്തിന് വെറൈറ്റി ആണ്. വെറൈറ്റി അല്ലേ? ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്ന പോലെ അവരാവശ്യപ്പെട്ട ചില പാട്ടുകൾ പാടുന്നു. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. അതിൽ വിപ്ലവ ഗാനങ്ങൾ കടന്നു വരും. ചിലപ്പോൾ അവരാവശ്യപ്പെടുന്ന പോലെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിൻ്റെ ഭാഗമാണ്. അണികളെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഒരു നിയന്ത്രണമില്ലാതെ എന്തും ചെയ്യും CPM അണികൾ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ. പാട്ട് പാടൂ? നീ പാട്ട് പാടറിയാം. ഏത് പാട്ടാ പാടാ? എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി